കുറവാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ 5ാമത്തെ ഗിയറിൽ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. സിറ്റി മാത്രം ഓടിച്ചാൽ പോരല്ലോ, ഹൈവേ കൊണ്ട് R15 ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് നമ്മുടെ FC ഇട്ടപ്പം ഒരുപാട് പേര് ചോദിച്ചു ബ്രോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ മെസ്സേജൊക്കെ വരുന്നുണ്ട് ബ്രോ, എനിക്കും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. സംഭവം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്ക്, ഒരു 1000-1500 കിലോമീറ്റർ ഇപ്പോൾ ഈ ഒരു സ്പ്രോക്കറ്റ് ഇട്ട് ഞാൻ ഓടിച്ചു. അതായത് സ്റ്റോക്ക് FCക്ക് വരുന്നത് 41 ടീത്താണ് റിയർ സ്പ്രോക്കറ്റ്, മറ്റേ ഇപ്പോൾ ഇട്ടിരിക്കുന്നതിനകത്ത് 43 ടീത്താണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇനീഷ്യലും കാര്യങ്ങളൊക്കെ കൂടും എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇനീഷ്യൽ കൂടി, പക്ഷേ ഇത് ഇടുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് മാത്രമല്ല ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരെ പോലെ ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ എൻ്റെ ഒരു യൂസിന് ഇത് പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്താണെന്നല്ലേ. അതായത് FC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആൻഡ് ടോർക്കിന് പ്രാധാന്യം കൊടുത്ത് ഇറക്കിയേക്കുന്നൊരു വണ്ടിയാണ്, ഹയർ സ്പീഡിന് വേണ്ടിയിട്ട് ഇറക്കിയൊരു വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് FC സ്റ്റോക്ക് വരുന്നതിന് ഏകദേശം നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, കനം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറച്ച് കുറവായിരിക്കും ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ ഒരു ലോ എൻഡ് പെർഫോമൻസും അതുപോലെ തന്നെ ടോട്ടൽ റെസ്പോൺസൊക്കെ ബെറ്റർ ആയിരിക്കും. സോ നമ്മൾ R15 ഇട്ടെന്നുള്ളത് മാത്രമല്ല, നമ്മൾ ബ്രാസ് ആണ് ഇട്ടിരിക്കുന്നത്, ഒരു ഗോൾഡൻ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെയിറ്റും കൂടെ ആഡായി. അപ്പം പെർഫോമൻസിൽ ചെറിയൊരു ഡ്രോപ്പ് വന്നു. പക്ഷേ ഇനീഷ്യൽ പുള്ളിങ് കൂടിയിട്ടുണ്ട്. പക്ഷേ അതിനൊരു ചെറിയൊരു നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്. അതായത് ഇതിന് 41 mm ആണ്, 41 ടീത്താണ് FCക്ക് സ്റ്റോക്ക് വരുന്നത്. R15 43 ടീത്താണ് വരുന്നത്. അപ്പം ആ ടീത്ത് വരുന്നതുകൊണ്ട് തന്നെ ഇനീഷ്യൽ റെസ്പോൺസ് കൂടും. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ RPM സ്പീഡ് കയറത്തില്ല. RPM കയറിക്കൊണ്ടിരിക്കും, പക്ഷേ സ്പീഡ് അതിനനുസരിച്ച് അങ്ങോട്ട് കയറത്തില്ല. പക്ഷേ ക്വിക്കായിരിക്കും വണ്ടി എന്നുള്ളതാണ് ഈ ഒരു സ്പ്രോക്കറ്റ് ഇടുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സോ സിറ്റിയിൽ മാത്രം നിങ്ങൾ യൂസ് ഉള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ ഹൈവേയിലുള്ള വലിയ ഉപയോഗം ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇടുന്നതുകൊണ്ട് വിഷയമൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടെ ക്വിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഗിയർ ഡൗണിങ് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ 5ാമത്തെ ഗിയറിൽ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. സിറ്റി മാത്രം ഓടിച്ചാൽ പോരല്ലോ, ഹൈവേ കൊണ്ടുപോകുന്ന സമയത്ത് RPM കയറി നിൽക്കുകയാണ്, സ്പീഡ് അതനുസരിച്ച് കയറുന്നില്ല. അതുകൊണ്ട് മൈലേജ് ഡ്രോപ്പ് ശരിക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 1 to 3 ഓളം മൈലേജ് ഡ്രോപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 41 ടീത്തിൽ നിന്ന് 43 മാറിയപ്പോൾ ഉള്ള വ്യത്യാസമാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു എല്ലാ ഗിയറിലും വണ്ടി ചാടി നിൽക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് ആരൊക്കെ മേടിച്ചിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ FCയുടെ ഒരു പെർഫോമൻസിൽ നിന്ന് കുറച്ചും കൂടെ എന്താ പറയണ്ടേ, ടോർക്ക് ഫീൽ ചെയ്യണം. കൈ കൊടുക്കുമ്പം തന്നെ വണ്ടി റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിടുക. പക്ഷേ അത് ഹൈവേയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നേരത്തെ 70 പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു 55-ലൊക്കെയാണ് അതേ ഒരു കംഫർട്ടിൽ നമുക്ക് പോകാൻ സാധിക്കുന്നത്. അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. തീർച്ചയായിട്ടും FCയുടെ ആ ഒരു ക്യാരക്ടറും നല്ല രീതിയിൽ തന്നെ മാറുന്നുണ്ട്. അതായത് ആ ഒരു ഹൈവേയിലുള്ള ക്യാരക്ടർ, ഹൈവേയിൽ നേരത്തെ 80-ലൊക്കെ പോയാലും വലിയ വിഷയമില്ല, ഇപ്പം ഒരു 70-ൽ പോകുമ്പോഴേ നല്ല എരപ്പാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡീമെറിറ്റ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. സോ സിറ്റി മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓക്കെ, ഒരു പ്രോബ്ലവും ഇല്ല, വിഷയമില്ല. അത് നമുക്ക് 5ാമത്തെ ഗിയറിൽ വേണമെങ്കിലും നമുക്ക് വലിയ ഗിയർ ഷിഫ്റ്റ് ഇല്ലാതെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും ഈ ഒരു വണ്ടി. സോ ഇടണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രാസ് കോട്ടർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെയിറ്റ് കൂടും. ആ ഒരു നമ്മുടെ എൻജിനിൽ നിന്ന് വരുന്ന ഒരു പവറിൻ്റെ ആ ഒരു റെസ്പോൺസിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് വളരെ ചെറിയൊരു വീഡിയോ, നമ്മൾ ഈ ഒരു കാര്യം ഡീറ്റെയിൽഡായിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. പിന്നെ ബ്രാസ് അല്ലാതിരുവാണെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് കുറയും, വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി കൊണ്ടുവരുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു രൂപമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ടെസ്റ്റ് വരുമ്പോഴായിരിക്കും ഇത് മൊത്തം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അടുത്തിടയ്ക്ക് എഞ്ചിനൊക്കെ പണി കഴിഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.